സ്റ്റോപ്പ് ചെയ്തോ. ഇങ്ങനെ എടുപ്പിക്കോടാ. പോട്ടെ. ആ റിവേഴ്സ് എടുപ്പിക്കും. പിന്നല്ലാതെ ഞാൻ നിന്നെ കൊണ്ട് തന്നെ റിവേഴ്സ് എടുപ്പിച്ചില്ല. അതിനടുപ്പിച്ചേടാ. ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമമൊക്കെ മാറിയ ഇപ്പൊ. നിയമമൊക്കെ മാറിയെന്ന് പറഞ്ഞാണേ. ഇപ്പൊ ഈ കയറ്റത്തിൽ നിർത്തിയെടുക്കൽ നിർബന്ധമായിട്ടും എടുപ്പിക്കുന്നുണ്ട് ഇപ്പൊ. ആദ്യം വെച്ചെടുക്കും. പിന്നെ റോഡ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി ഈ കയറ്റത്തിൽ നിർത്തി എടുപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്നത് നല്ല കയറ്റമുള്ള പാലത്തിലാണ്. പക്ഷെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇത്രയും വലിയ കയറ്റമില്ല. ചെറിയൊരു കയറ്റമുള്ളൂ. അതുകൊണ്ട് വലിയ പഠിക്കാനില്ല കേട്ടാ. നമ്മളിപ്പോ പാലത്തിൽ എടുത്ത് പഠിച്ചാല് അവിടെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം കേട്ടാ. അപ്പൊ ഇവിടുത്തെ കയറ്റത്തിൽ നിർത്തണം കേട്ടാ. ഡാലി കയറ്റത്തിൽ നിർത്തി കേട്ടാ. ഓക്കെ ഗുഡ്. ഉറപ്പായിട്ടും ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് ഹാൻഡ് ബ്രേക്ക് ഇട്ട് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഹാഫ് ക്ലച്ച് കൊണ്ടുവരും. ഹാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്ക് വഴി മാറ്റും. ഓക്കെ. ഓഫായി പോയി. ഒന്നുകൊണ്ട് ഓഫായി പോയെന്ന് അറിയാം. അത് തന്നെ. ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി സിമ്പിളായിട്ട് കയറിപ്പിക്കും കേട്ടാ. നേരത്തെ തന്നെ ഹാഫ് ക്ലച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് കൊണ്ടുവരണം. നേരത്തെ വേണ്ട ഹാഫ് ക്ലച്ച് കൊണ്ടുപോകാം. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് വെക്കണം. ക്ലച്ച് അനക്കരുത്. പതിയെ ആക്സിഡന്റ് കൊടുക്കുക. കയറിപ്പോ വേണ്ട. ഓട്ടെ. അത് ഇറക്കത്തിൽ നിന്ന് റിവേഴ്സ് എടുക്കാനും പറയും കേട്ടാ. അപ്പൊ ഇറക്കത്തിൽ ഒതുക്കിയത് കുറച്ചുകൂടി പോട്ടെ. ഇറക്കത്തിൽ നിന്ന് സെയിം തന്നെ. റിവേഴ്സ് ഇടണം. റിവേഴ്സ് ഇട്ടാ ആ സെയിം തന്നെ. ഹാൻഡ് ബ്രേക്ക് ഇട്ടല്ലേ. അതുകൊണ്ട് മുന്നോട്ട് പോകില്ല. ഹാഫ് ക്ലച്ച് കൊണ്ടുവരണം. അവിടെ നിർത്തണം. പിന്നെ അനക്കാൻ പാടില്ല. ക്ലച്ച് അനക്കാൻ പാടില്ല. അനക്കാതെ ഹാൻഡ് ബ്രേക്ക് ആയിട്ട് വെക്കണം. എന്നിട്ട് ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുത്താൽ വണ്ടി കയറിപ്പോയിക്കോളും. ബാക്ക് നോക്കിക്കോളേ. അതേ മതി. വണ്ടി ഓഫായി പോയി. ഹാഫ് ക്ലച്ച് കൊണ്ടുവരണം. ഹാൻഡ് ബ്രേക്കിൽ ഹാഫ് ക്ലച്ച് കൊണ്ടുവരണം. ഹാൻഡ് ബ്രേക്ക് ആകത്തേക്ക് ക്ലച്ച് അനക്കരുത്. പതിയെ ആക്സിഡന്റ്. ആക്സിഡന്റ് കൊടുത്തു പതിയെ. അതന്നെ. സ്റ്റോപ്പ് ചെയ്തോ. ഇങ്ങനെ എടുപ്പിക്കോടാ. ഇല്ലേ നിന്റെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് പെഡൽ വ്യൂ കാണിക്കാം. താഴത്ത് പെഡൽ വ്യൂ കാണിക്കട്ടെ. ഓക്കെ. ഹാൻഡ് ബ്രേക്ക് ഇട്ടല്ല. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഹാഫ് ക്ലച്ച് അല്ലേ. വെരി ഗുഡ്. അവിടെ നിർത്തി റിവേഴ്സ് എടുക്കണം നമുക്ക് കേട്ടാ. അതും ചെയ്യുന്നല്ലേടാ. പെഡൽ വ്യൂ തന്നെ കളിക്കാൻ നമുക്ക്. നിന്റെ പെഡൽ വ്യൂ കാണിക്കാം. ബാക്ക് നോക്കിക്കോളേ. സ്റ്റോപ്പ്. മതി. ഇത്ര മതി എടാ. പോവാൻ നോക്ക്. ഇതും കൂടെ എടുത്ത് കാണിച്ചാലേ ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കുള്ളൂ. ആ റിവേഴ്സ് എടുപ്പിക്കും. പിന്നല്ലാതെ ഞാൻ നിന്നെ കൊണ്ട് തന്നെ റിവേഴ്സ് എടുപ്പിച്ചില്ല. അതിനടുപ്പിച്ചു എടാ. പോട്ടെ. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിനപ്പം ഇങ്ങനെ എടുപ്പിക്കൂടാ. നമ്മൾ നേരത്തെ വണ്ടി നന്നായിട്ട് ഓടിക്കാൻ ആൾക്കാരൊക്കെ ക്ലച്ചിലും ബ്രേക്കിലും കൂടെയൊക്കെ എടുക്കുന്നത്. പക്ഷെ അത് തെറ്റായ രീതിയാണെന്ന് പറയണത്. ഞാനും അങ്ങനെ എടുത്തോണ്ട് വെച്ചത്. പക്ഷെ തെറ്റായ രീതിയാണെന്നാണ് പറയണത്. ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇതുപോലെ ഹാൻഡ് ബ്രേക്കിൽ എടുപ്പിക്കും കേട്ടാ പോലെ. ടെസ്റ്റ് നിനക്ക് ടെസ്റ്റ് എന്നാ നിനക്കാ 10-ാം തീയതി. ഓക്കെ.